പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഡോക്ടർ സൈജു ഖാലിദാണ്. പെട്ടെന്ന് നല്ല മൂഡിലിരുന്ന ഒരാള് വളരെ ഒരു മുന്നറിയിപ്പുമില്ലാതെ ചിലപ്പോൾ പൊട്ടിത്തെറിച്ചേക്കും. ചിലപ്പോ വളരെ വൈബ്രന്റ് ആയിട്ടിരുന്ന ഒരാൾ പെട്ടെന്ന് അങ്ങ് ഡൗൺ ആയി പോകും. ഇങ്ങനെ സന്തോഷം, സങ്കടം, സ്നേഹം, ഇഷ്ടം, ഇങ്ങനെ വ്യത്യസ്ത വികാരങ്ങളുള്ള ഒരു മനുഷ്യൻ നോർമലായി പോകുന്ന അവന്റെ ഒരു സാധാരണ പ്രകൃതി, ആ പ്രകൃതിയിൽ നിന്ന് വിട്ടിട്ട് ഉണ്ടാകുന്ന വ്യതിയാനം, അതാണ് ബൈപോളാർ ഡിസോർഡർ എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ സങ്കടത്തിലേക്ക് കൂപ്പുകുത്തി പോവുക, അല്ലെങ്കിൽ അമിത ആവേശത്തിലേക്ക് എടുത്തെറിയുന്നത് പോലെ പെരുമാറുക. ഇങ്ങനെ ഈ രണ്ട് മൂഡുകളും ഒരേ ആളിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാകുന്ന ചേഞ്ചുകളാണ് ബൈപോളാർ ഡിസോർഡർ എന്ന് പറയുന്നത്. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കാണണം. അല്ലെ, നമ്മളിൽ തന്നെ പലപ്പോഴും കണ്ടുവരാറുള്ള ഒരു പ്രശ്നമാണിത്. അതിന് വേണ്ടത്ര രീതിയിലുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ ചെയ്ത് മാറ്റാവുന്നതാണ്. അതെന്തുകൊണ്ട് വരുന്നു എന്നൊക്കെ ഉള്ളതിനെ സംബന്ധിച്ചുള്ള റിവ്യൂ ആണ്. എന്തായാലും പൂർണ്ണമായിട്ട് കാണുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരാളിൽ ഈ ബൈപോളാർ ഡിസോർഡർ വരുന്നതിൻ്റെ കൃത്യമായ കാരണങ്ങൾ ഒന്നും വ്യക്തമായി അറിയപ്പെട്ടിട്ടില്ല. എന്നാലും ജനിതക ഘടനയിലെ വ്യത്യാസം മൂലമാണ് ഇത്തരം ഒരു ബൈപോളാർ ഡിസോർഡറിലേക്ക് എത്തപ്പെടുന്നത് എന്നാണ് നിഗമനങ്ങൾ. എന്തായാലും ഒരു കുട്ടിയുടെ ബാല്യകാലത്തെ പീഡനങ്ങൾ, അല്ലെങ്കിൽ ഉറ്റവരുടെ പ്രതിസന്ധികൾ, പാരമ്പര്യത്തിൽ അവരുടെ കുടുംബ പാരമ്പര്യത്തിൽ ആർക്കെങ്കിലും സമാനമായ പ്രയാസമുള്ളവർ, ഇങ്ങനെ പല ഘടകങ്ങൾ ചേർന്നതാണ് ഈ ബൈപോളാർ ഡിസോർഡറിലേക്ക് ഒരാളിനെ നയിക്കുന്നത്. എന്തായാലും കൗമാരപ്രായത്തിൽ തുടങ്ങി ഏതാണ്ട് 40 വയസ്സിനകം വരെയാണ് ഈ ബൈപോളാർ ഡിസോർഡർ പൊതുവെ കാണിക്കാറുള്ളത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഈ ഒരു അസുഖം കാണപ്പെടാറുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ഇവയൊക്കെയാണ്. അതായത് ഒരേ സമയം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക, പക്ഷെ ഒന്നും പൂർത്തീകരിക്കാൻ അവരെ കൊണ്ട് കഴിയാതിരിക്കുക. പിന്നെ ഉള്ളത് ഒരുപാട് ഊർജം ചെലവഴിക്കുക, ഹൈപ്പോമാനിയ എന്ന് പറയും. ഒരുപാട് വലിയ ഉന്മേഷത്തിൽ ഒരുപാട് ഊർജം ചെലവഴിച്ചുകൊണ്ട് കാര്യങ്ങളിൽ ഏർപ്പെടുവാനുള്ള ഒരു ശ്രമം. പിന്നെ ഉള്ളത് പെട്ടെന്ന് അമിത വേഗത്തിൽ വാഹനങ്ങൾ അപകടകരമായ രീതിയിൽ ഓടിക്കുക. അതേപോലെ പണം വാരിക്കോരി എന്തിന് എന്നുള്ള രീതിയിൽ ആവശ്യങ്ങളെപ്പറ്റി ചിന്തിക്കാതെ അമിതമായി പണം ദുർവ്യയം ചെയ്യുക. അതേപോലെ വലിയ വലിയ ആശയങ്ങളെ പറ്റി സംസാരിക്കുക, അതിൻ്റെ പിന്നിൽ മാത്രം ചിന്ത അർപ്പിച്ചുകൊണ്ടിരിക്കുക. അതേപോലെ പെട്ടെന്ന് അമിതമായ ദൈവഭക്തി ഉണ്ടാകുക. വലിയ കഴിവുകൾ ഉണ്ടെന്നുള്ള രീതിയിൽ അപകടകരമായ പ്രവൃത്തികൾ ഏർപ്പെടുക. എതിർത്ത് സംസാരിച്ചാൽ അവരോട് വാഗ്വാദം നടത്തുകയും അമിതമായ ദേഷ്യം പ്രകടിപ്പിക്കുകയും ചെയ്യുക. ഉറക്കത്തിൽ ഏറ്റക്കുറച്ചിൽ, ഉത്കണ്ഠ, അമിതമായ വിഷാദാവസ്ഥ, ഇങ്ങനെ വ്യത്യസ്തമായ നിരവധി ലക്ഷണങ്ങൾ ഇത്തരത്തിലുള്ള ആൾക്കാര് കാണിക്കാറുണ്ട്. ഈ ബൈപോളാർ ഡിസോർഡർ, അതായത് വിഷാദവും ഉന്മാദാവസ്ഥയും ഒരു മുന്നറിയിപ്പും ഇല്ലാതെ മാറി മാറി വരുന്ന ഒരു സാഹചര്യം. അപ്പൊ ഇത് നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നമുക്ക് മാറ്റിയെടുക്കാവുന്ന ഒരു കാര്യമാണ് ബൈപോളാർ ഡിസോർഡർ എന്നുള്ളത്. അപ്പോൾ മരുന്ന് ചികിത്സയോടൊപ്പം തന്നെ സൈക്കോതെറാപ്പി അടക്കമുള്ള ചികിത്സാ രീതികളും കൂടി ചേർന്നതാണ് ഇതിൻ്റെ ഒരു പൂർണ്ണ ഫലത്തിലേക്ക് എത്തിക്കുകയുള്ളൂ. എന്തായാലും നിങ്ങൾക്കോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്കോ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ട് എങ്കിൽ തീർച്ചയായും ചികിത്സയുടെ വഴി തേടാൻ മറക്കരുത്. എന്തായാലും ഇത് കണ്ടുപിടിക്കുന്നതിന് ഒരു മെഷീനറിയുടെ സഹായത്തോടു കൂടിയുള്ള ചികിത്സകളല്ല. ഇതിന് ചില ചോദ്യാവലികളുടെ സഹായത്തോടു കൂടി നമുക്ക് ബൈപോളാർ ഉണ്ടോ എന്ന് തിരിച്ചറിയുന്നത്. അതിനെപ്പറ്റിയുള്ള ഒരു വീഡിയോ പിന്നീട് ചെയ്യുന്നതാണ്. നമ്മുടെ കൂട്ടത്തിലോ നമ്മുടെ ഇടയിലോ ഉള്ള നമ്മുടെ കുടുംബാംഗങ്ങളിലോ ഉണ്ട് എങ്കിൽ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ നിങ്ങൾ നിരീക്ഷിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് കൃത്യമായ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ ഓരോരുത്തരും അവരവരുടെ ഈ മാനസികമായ പ്രശ്നങ്ങൾ ഒരിക്കലും സമ്മതിച്ചു തരുവാൻ യാതൊരു സാധ്യതകളും കുറവാണ്. അങ്ങനെയുള്ളവരെ നമ്മൾ നിരീക്ഷിക്കുകയും അവർക്ക് കൃത്യമായിട്ട് അതിനുള്ള ട്രീറ്റ്മെന്റിനെ കൊണ്ടുപോവുകയൊക്കെ ചെയ്താൽ ഇവരെല്ലാം ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനും കഴിയും. അങ്ങനെയുള്ളൊരു സന്തോഷമുള്ള ഒരു ജീവിതം അവർക്ക് വീണ്ടും ചിട്ടപ്പെടുത്തി കൊണ്ടുപോകാനും കഴിയും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഒരിക്കൽ കൂടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.